പിന്നെ ജ്യോതിർഗോളങ്ങളെ കുറിച്ച് അവിടെ അത് വർണ്ണിച്ചു കേൾപ്പിച്ചു. ജ്യോതിർഗോളങ്ങളെ പ്രത്യേകമായിട്ടൊരു രീതിയിൽ നോക്കി കാണാൻ കഴിഞ്ഞാൽ ഭഗവാന്റെ ശിശുമാര സ്വരൂപമായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. അതിനു മുമ്പായിട്ട് മറ്റ് ദ്വീപുകളിലെയും ചരിത്രം പറഞ്ഞു. മറ്റ് 6 ദ്വീപുകളിലെയും കൂടി ഇതാണല്ലോ ഭൂഗോളത്തില് വർണ്ണിക്കുന്നത്. പ്ലാക്ഷേർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനി വന്യരൂപം ക്രൗഞ്ചേംബുരൂപമഥ വായുമയഞ്ച ശാകേ ത്വാം ബ്രഹ്മരൂപമയി പുഷ്കരനാം നിലോകാഹ എന്ന് നാരായണീയത്തില് ആ ഭാഗം സംഗ്രഹിക്കുന്നു. പ്ലക്ഷദ്വീപിലാണെങ്കിൽ ഭഗവാൻ സൂര്യരൂപത്തിലാണ്. മറ്റാരെയും അവർക്ക് വിശ്വാസമില്ല, പക്ഷെ സൂര്യനെ വിശ്വാസ. സൂര്യനില്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളൊന്നുമില്ല. അതുകൊണ്ട് സൂര്യഭഗവാനെ ഉപാസിക്കുന്ന ആളുകൾ, നമ്മളും സൂര്യഭഗവാനെ ഉപാസിക്കുന്നുണ്ട്. തൽസവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഞങ്ങൾക്ക് മനസ്സിന് ഒരു പ്രകാശം തരണം, നല്ല കാര്യങ്ങളിൽ മാത്രം ഞങ്ങളുടെ മനസ്സ് പ്രവർത്തിപ്പിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അങ്ങനെ സൂര്യനെ ഉപാസിക്കുന്ന ആളുകള്, ചന്ദ്രനെ ഉപാസിക്കുന്നു ശാൽമലി ദ്വീപിലുള്ള ആളുകള്, കുശദ്വീപിലുള്ള ആളുകള് അഗ്നിയെ ഉപാസിക്കണേ. അഗ്നിയിൽ പ്രത്യേകം ഹോമമൊക്കെ ചെയ്തുകൊണ്ടും അങ്ങനെ. അതുപോലെ തന്നെ ക്രൗഞ്ചദ്വീപിലുള്ള ആളുകള് ജലത്തെ ഉപാസിക്കുന്നു. ജലമില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല, അപ്പൊ ജലത്തെയാണ് അവർ ഈശ്വരനായിട്ട് കണ്ടത്. അതുപോലെ തന്നെ ശാഖദ്വീപിലെ വായുവിനെ ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട്. പുഷ്കര ദ്വീപിലുള്ള ആളുകള് സർവ്വതും ഈശ്വരമയമായിട്ട് ബ്രഹ്മമയമായിട്ട് കൊണ്ട് പരബ്രഹ്മസ്വരൂപിയായിക്കൊണ്ട്. ഇത് ഏത് പറഞ്ഞാലും ശരിയാ. കുറേ ആഭരണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്വർണ്ണ കട്ടിയെടുത്ത് ഏതെടുത്താലും അതെല്ലാം സ്വർണം തന്നെയാ. അതുപോലെ ഏത് രീതിയിൽ ഉപാസിച്ചാലും അത് ഭഗവാനെ തന്നെ ഉപാസിക്കില്ല. സർവദേവ നമസ്കാരഃ കേശവം പ്രതി ഗച്ഛതി. ഏത് ദേവനെ നമസ്കരിച്ചാലും ആ പരമതത്വത്തില് എത്തിച്ചേരുന്ന. അതുകൊണ്ടാണ് അതെല്ലാം വർണ്ണിച്ചു. ഇത് കഴിഞ്ഞപ്പോഴാണ് ജ്യോതിർഗോളങ്ങൾ വർണ്ണിച്ചു. അപ്പൊ നമ്മൾ നോക്കിക്കാണുന്ന പോലെയല്ല ശാസ്ത്രജ്ഞന്മാർ നോക്കിക്കാണുക. ശാസ്ത്രജ്ഞന്മാർ നോക്കുമ്പോൾ അതിന് പ്രത്യേക ഒരർത്ഥമുണ്ട്. ഇന്ന നക്ഷത്രങ്ങൾ ഇന്ന ദിക്കിൽ കാണാൻ ഇന്ന സമയത്ത് ഇന്നതെല്ലാം ഉണ്ട്. അവർക്ക് കുറേ അർത്ഥം മനസ്സിലാവും. നമുക്ക് ആകാശത്ത് നോക്കിയിനി കുറെ നക്ഷത്രങ്ങൾ കാണാമെന്നല്ലാതെ പ്രത്യേക അർത്ഥമൊന്നും കാണില്ല. പക്ഷെ അത് പഠിച്ച് ആ നക്ഷത്രങ്ങളിലെ ശാസ്ത്രം, ജ്യോതിർഗോളങ്ങളിലെ ഗതി പഠിച്ച ആളുകൾ നോക്കുമ്പോഴോ ഇന്നതാണ്, ഇന്ന സമയത്താണ് കാണാൻ, ഇത്ര സമയം കാണാൻ പറ്റും, ഇന്നതാണ്. അതിനൊക്കെ വലിയ വലിയ അർത്ഥമുണ്ട് അവർ നോക്കുമ്പോൾ. അതുപോലെ ഭക്തന്മാർക്ക് ഉപാസിക്കാനായിട്ട് ഭഗവാനെ പ്രത്യേക രീതിയിൽ നോക്കിക്കാണാൻ കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു ശിശുമാര സ്വരൂപമായിട്ട് കാണാൻ പറ്റും എന്ന് അത് വർണ്ണിച്ചു കേൾപ്പിച്ചു. ആ ജ്യോതിർഗോളങ്ങളെ കുറിച്ചും വർണ്ണിച്ചു. ഇത്രയും കഴിഞ്ഞപ്പോഴാണ് വീണ്ടും പരീക്ഷിച്ച് ചോദിച്ചത്. 16 മുതൽ 26 കഴിയുന്നവരെയുള്ള അധ്യായങ്ങളാണ് ഈ ജ്യോതിർഗോള വർണ്ണന, ഈ ഭൂമണ്ഡലം മുഴുവൻ വർണ്ണന, ഭൂഗോള വർണ്ണന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് അതിന്റെ രൂപങ്ങൾ പറഞ്ഞു എന്നുള്ളൂ. ജംബു, പ്ലക്ഷ, ശാൽമലി, കുശ, ക്രൗഞ്ച, ശാഖം, പുഷ്കരം എന്നൊക്കെ പേര് പറഞ്ഞുള്ളൂ. അതിന്റെ വിശദീകരണം അപ്പോഴാണ്. അപ്പൊ അതിന് അത്രയും അധ്യായങ്ങളിലെ കഥകളാണ്. നമ്മൾ ചുരുക്കത്തില് എല്ലാം ഒന്നൊരു ബോധം വരാനായിട്ട് ചുരുക്കത്തിൽ പറയാം. ഓരോ ഭാഗമെടുത്ത് ഈ ആ ജംബുദ്വീപിന്റെ 9 ഖണ്ഡങ്ങളിലെ അവര് ചെല്ലുന്ന സ്തോത്രം മാത്രം നമ്മളൊന്ന് വായിച്ചു നോക്കണമെങ്കിൽ തന്നെ എത്രയോ നേരം വേണം, എത്രയോ മണിക്കൂറുകൾ വേണം. അത്രയ്ക്കുണ്ട് അതില്. പക്ഷെ അത് മുഴുവൻ നമുക്ക് അല്പസമയം കൊണ്ട് പറ്റില്ല. എങ്കിലും ഇത്രയൊക്കെ കാര്യങ്ങൾ അതിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ഭാഗവതത്തിലെ ഇന്ന ഭാഗം വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ഭാഗം. ഇതുപോലെ സത്രങ്ങള്, ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ കഴിയുമ്പോൾ നമ്മൾ എന്ത് വേണം? ഭാഗവതത്തിലെ ഏതെങ്കിലും ഒരു വിശേഷ ഭാഗം എടുത്ത് പിന്നത്തെ ഒരു സത്രം, ഒരു സപ്താഹമോ വരുമ്പോഴേക്കും നമ്മൾ അതിനെ മനനം ചെയ്യാം. അപ്പൊ ഈ പഞ്ചമസ്കന്ധം എന്ന് പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ടതാണ്. കാരണം വേദാന്ത സൂത്രത്തിൽ പോലും ഇതിനെ വെച്ചുകൊണ്ടാണ് മറ്റുള്ളതിന്റെ കണക്കാക്കല്. അതാണ് ജന്മാദ്യസ്യത എന്ന് പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ ഈ ദൃശ്യപ്രപഞ്ചത്തിന് വലുതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. അതിനെ നിഷേധിക്കാൻ പറ്റില്ല. മിഥ്യ എന്ന് പറഞ്ഞാലും അതിന്റെ ഒരു വ്യാവഹാരിക സത്ത എന്നൊക്കെ പറയും. ഒരു കാലം വരെ ഇതിന് വലിയ സ്ഥാനമുണ്ട്. പക്ഷെ ഇതിൽ മനസ്സ് വച്ചിട്ടുണ്ടെങ്കിലോ വേണ്ട പോലെ ആയാൽ എന്ത് കാണുമ്പോഴും ഒരു ഈശ്വര സ്മരണ നമുക്ക് വരും. ഇതിനാണ് ഭാഗവതത്തില് ഈ ഭൂഗോള വർണ്ണന. അപ്പൊ ഭഗവാൻ മഞ്ഞപ്പൊട്ടുടുത്തു എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞപ്പൂ കാണുമ്പോ നമുക്ക് ഓർമ്മ വരണം. മേഘം കാണുമ്പോ ഭഗവാനെ ഓർമ്മ വരണം. വലിയ പാറക്കെട്ടുകൾ കാണുമ്പോ ഭഗവാനെ ഓർമ്മ വരണം. ഒരു നദി ഒഴുകുന്ന കണ്ടാൽ ഭഗവാനെ ഓർമ്മ വരണം. നാം തിരമാലകൾ അടിക്കണ കണ്ടാൽ
ഭഗവാനെ ഓർമ്മ വരണം. അതിനാണ് അതൊക്കെ അവസാനത്തെ അധ്യായത്തിലെ ഭാഗവത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. ആ കൂർമ്മരൂപിയായിട്ട് ഭഗവാൻ അവതരിച്ചപ്പോ ഭഗവാന്റെ ആ പുറത്ത് കിടന്ന് പൃഷ്ഠത്തിൽ കിടന്ന് മന്ദരപർവ്വതം തിരിഞ്ഞപ്പോ ഭഗവാന് ഒരു സുഖം തോന്നി, നല്ലോണം കിടന്ന് ഉറങ്ങിയെന്ന. അപ്പൊ ആ ശ്വാസവായുക്കൾ വന്നിട്ടാണ് തിരമാലകൾ ഉണ്ടായെന്ന. എന്താ പറഞ്ഞതിന്റെ താല്പര്യം? തിരമാലകൾ കാണുമ്പോഴും ഭഗവാനെ ഓർമ്മ വരണം എന്ന് കാണിക്കാം. എന്ത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരു ഭഗവത് സ്മൃതി നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതം സഫലമായി. ഇത് മാത്രമാണ് എല്ലാ ഉപദേശങ്ങളുടെയും എല്ലാ ശാസ്ത്രങ്ങളുടെയും പരമമായിട്ടുള്ള സന്ദേശം. ഇത് ഇല്ലാതെ വരുമ്പോഴാണ്, വെളിച്ചമില്ലാതെ വരുമ്പോഴാണ് ഇരുട്ട് പ്രവേശിക്കുന്നത്. നല്ല വിചാരം ഇല്ലാതാകുമ്പോഴാണ് ദുർവിചാരങ്ങൾ വന്നു ചേരുക. അത് കൂടാതിരിക്കണമെങ്കിൽ കാണുന്നത് മുഴുവൻ ഭഗവാന്റെ രൂപമായിട്ട് ധ്യാനിച്ചോളൂ. അതിനുള്ള മാർഗം പറഞ്ഞു തരാന്ന് പറഞ്ഞ് പല രീതിയിലും നമുക്ക് ഇത് ഉപദേശിച്ചു തരുന്നു. ഇതാണ് ഇതിൽ ചെയ്യുന്നത്. ഇങ്ങനെ ജ്യോതിർഗോളങ്ങൾ വർണ്ണിച്ച് കേൾപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ചോദിക്കുന്നു, ഈ കർമ്മവിഭാഗത്തെക്കുറിച്ച് അവിടെ ചോദിച്ചു. ജനങ്ങൾക്ക് എന്താ പല അനുഭവങ്ങൾ വരണേന്ന് അവിടെ ഒരു ചോദ്യമുണ്ട്. അതിന് കർമ്മവിഭാഗം എന്ന് പറയും. ഓരോ കർമ്മങ്ങളുടെ ആ ഫലം അനുഭവിക്കേണ്ട ഗഡുവില് ആ സഞ്ചിതമായിട്ടുള്ള കർമ്മങ്ങള് പ്രാരബ്ധമായി തീരുന്നത്, ഇതിനെക്കുറിച്ച് അവിടെ വർണ്ണിക്കുക. ഈ ഭൂമുഖത്തുള്ള ആളുകള് പലരും പല രീതിയിലാണല്ലോ. ചിലര് സുഖം അനുഭവിച്ചുകൊണ്ട്, ചിലർ വല്ലാതെ ദുഃഖം അനുഭവിച്ചുകൊണ്ട്, ഇങ്ങനെ മാറി മാറി വരണ എന്താ? എല്ലാവർക്കും ഒരേ അനുഭവമല്ലേ ഉണ്ടാവേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അതിന് മറുപടി പറഞ്ഞു, എല്ലാവർക്കും എങ്ങനെയാ ഒരു അനുഭവം ഉണ്ടാവണത്? പലരും പല പ്രവൃത്തിയല്ലേ ചെയ്യണത്, അതിന്റെ ഫലമായിട്ടാ. ചിലപ്പോ പുറമേ കാണുമ്പോ പ്രവൃത്തി ഒരുപോലെ ഇരുന്നാലും അതിന്റെ തത്വങ്ങൾക്ക്, അതിന്റെ പിന്നിലുള്ള വിചാരത്തിന് മാറ്റമുണ്ടെന്ന് പറഞ്ഞു. ചിലര് സത്വഗുണപ്രധാനിയായിട്ടുള്ള ആളുകള്, രജോ ഗുണപ്രധാനികള്, തമോ ഗുണപ്രധാനികള്. ഈ തമോ ഗുണം ഉള്ളിൽ വർദ്ധിച്ചു വന്നാലോ മറ്റുള്ളവർക്ക് ദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങള് കൂടുതലായിട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുമ്പോഴോ അത് നമുക്ക് തന്നെ തിരിച്ചു കിട്ടും 100 ഇരട്ടി ശക്തിയോടുകൂടി. മഹദഭിചാരാതിക്രമ കാർഷ്ണേന ആത്മനെ ഫലതി എന്ന് ഭരതന്റെ ചരിത്രം പറയുമ്പോ 9-ാമത്തെ അധ്യായത്തിൽ 5-ാം സ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. മഹദഭിചാരാതിക്രമ കാർഷ്ണേന ആത്മനെ ഫലതി. മഹാത്മാക്കളെ ഉപദ്രവിക്കാൻ നോക്കിയാൽ അത് 100 ഇരട്ടി ശക്തിയോടുകൂടി അവനവന് തിരിച്ചു കിട്ടുന്ന. അപ്പൊ ഈ തമോ ഗുണം ഉള്ളിൽ വർദ്ധിച്ചു വന്ന് മറ്റുള്ളവരെ വല്ലാതെ ദ്രോഹിക്കുമ്പോൾ അത് 100 ഇരട്ടി ശക്തിയോടുകൂടി നമുക്ക് തന്നെ വന്നു ചേരുന്നു, നമുക്ക് ദുരിതം അനുഭവിക്കേണ്ടി വന്നു. പരോപകാര പുണ്യായ പാപായ പരപീഡനം എന്നാണ്. എന്താ പുണ്യം പാപം? പാപത്തിന്റെ ഫലമായിട്ട് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു, പുണ്യത്തിന്റെ ഫലമായിട്ട് സുഖം അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് എന്താ പുണ്യം പാപം പറഞ്ഞു തരാൻ ചുരുക്കി. കോടിക്കോടി ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യത്തെ ചുരുക്കി പറഞ്ഞു തരാന്ന. പരോപകാര പുണ്യായ പാപായ പരപീഡനം. തനിക്കും മറ്റുള്ളവർക്കും ഉപകാരമായിട്ടുള്ള കാര്യങ്ങൾ പുണ്യകർമ്മങ്ങൾ, മറ്റുള്ളവർക്കും തനിക്കും ഉപദ്രവം വന്നു ചേരുന്നതെല്ലാം തന്നെ പാപകർമ്മങ്ങൾ എന്ന് അതിന് സംഗ്രഹിച്ചു. ചില ആളുകള് ഈ തമോ ഗുണപ്രേരിതരായിട്ട് പാപകർമ്മങ്ങൾ ചെയ്യും. അവര് ശാസ്ത്രങ്ങളൊന്നും കേൾക്കില്ല, തമോ ഗുണം കളയാനുള്ള മാർഗം അവർ നോക്കില്ല. അത് സത്സംഗത്തില് പങ്കെടുത്ത് നല്ല നല്ല ഗ്രന്ഥങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴാണ് നമുക്ക് ഇത് ഇപ്പൊ പിന്തുടരുന്ന മാർഗം തെറ്റാണല്ലോ, നമ്മുടെ സ്വഭാവം മാറ്റിയെടുക്കണമെന്ന് അവർക്ക് ബോധം വരും. അങ്ങനെ തമോ ഗുണത്തെ കളയും. അങ്ങനെ തമോ ഗുണത്തെ കളയാത്ത ആളുകളാണ് അവർ വല്ലാതെ പരദ്രോഹം ചെയ്ത് അതിന്റെ ഫലമായിട്ട് ദുഃഖം അനുഭവിക്കുന്നു. ചില ആളുകളെ രജോ ഗുണപ്രധാനികളുണ്ട്. അവർ കാമ്യകർമ്മങ്ങൾ ചെയ്യും. അവനവന്റെ സുഖം, സ്വാർത്ഥം അത് മാത്രമേ നോക്കുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ദ്രോഹം വരുമെന്ന് നോക്കില്ല. അങ്ങനെ ഉള്ള ഓരോ കാമ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഫലമായിട്ട് ഓരോ ലൗകിക സുഖങ്ങൾ അവർ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. ഇതാണ് അവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു. ചില ആളുകള് ആ സത്വഗുണപ്രധാനികളോ ഉള്ള ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് മാത്രം ഉപകാരം ചെയ്തുകൊണ്ട് അങ്ങനെ ജീവിക്കും ജീവിതകാലം മുഴുവൻ. അവർക്കോ നല്ല നല്ല അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കും, നല്ല ശാന്തചിത്തന്മാരായി ജീവിക്കാൻ പറ്റുന്നത് അവർക്കാ. അതുകൊണ്ടാണ് ഈ ഭൂമുഖത്ത് പലരും പല രീതിയിൽ കാണാൻ കഴിയുന്നത്. അവര് ചെയ്ത് എത്രയോ ജന്മജന്മാന്തരങ്ങളായിട്ട് ചെയ്ത് പുണ്യപാപങ്ങളുടെ ഫലമായിട്ടാണ് അവർക്ക് ആ അനുഭവം വന്നു ചേരുന്നത് എന്ന് അവിടെ അങ്ങനെ ചുരുക്കി പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ചോദിക്കുന്നു,
ഇതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. ശരിയാ, ഈ ദ്വീപുകളും ഉപദ്വീപുകളും ഭഗവാനെ ഉപാസിക്കുന്ന സമ്പ്രദായങ്ങളും ഉപാസ്യ ദേവതകളും സ്തോത്രങ്ങളും ജ്യോതിർഗോളങ്ങളുടെ ഗതി എല്ലാം അങ്ങ് പറഞ്ഞു. അപ്പൊ ഈ ചുരുക്കത്തിൽ ഈ ഭൂഗോളം മുഴുവൻ അങ്ങ് വർണ്ണിച്ചു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, നരകത്തെക്കുറിച്ച് അങ്ങ് വർണ്ണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. എന്താ നരകത്തെക്കുറിച്ച് വർണ്ണിക്കാത്ത? അത് ഈ ഭൂഗോളത്തിൽ പെട്ടതല്ലാത്ത കാരനാണോ വർണ്ണിക്കാതിരുന്നേ, അതോ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണോ? അതെന്താ എന്റെ കാര്യം എന്ന് മനസ്സിലായില്ല. അതൊന്ന് അറിയണം എന്നൊരാഗ്രഹമുണ്ട്.